guys, welcome back to our YouTube channel. Sana here. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് സ്ഥലത്താണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എത്ര സ്ഥലത്ത്? രണ്ട് സ്ഥലത്ത്. ഫസ്റ്റ് എന്ന് പറയുന്നത് കോട്ട, മുതലപ്പൊഴി. അപ്പൊ നമുക്കിത് നേരെ വീട്ടിലെടുക്കാം. ഇതാണ് അഞ്ചുതെങ്ങ് കോട്ട. തിരുവനന്തപുരം വഴി ചാക്കയിൽ നിന്ന് വർക്കലയിലോട്ട് പോകുന്ന റൂട്ടിൽ അഞ്ചുതെങ്ങ് എന്ന ചെറിയ പ്രദേശത്തിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ഈ കോട്ട 1695 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ചതാണ്. ആ സമയത്ത് ഇംഗ്ലീഷുകാർ ആറ്റിങ്ങൽ റാണിയെ സമീപിക്കുകയും അവർക്ക് വ്യാപാരം ചെയ്യാൻ ഒരു ചെറിയ ഇടം വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിൻ്റെ പ്രകാരം ആറ്റിങ്ങൽ റാണി അഞ്ചുതെങ്ങ് എന്ന ഈ പ്രദേശം അവർക്ക് നൽകി. പക്ഷേ അവർ ഇത് വ്യാപാര സ്ഥലമാക്കാതെ അവരുടെ ആധിപത്യത്തിന് ഇത് അവർ ഉണ്ടാക്കി. ഇതറിഞ്ഞ അഞ്ചുതെങ്ങ് ഗ്രാമവാസികൾ ഒരു കലാപം തന്നെ അവർ സൃഷ്ടിച്ചു. അതിനെയാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ഇത്ര ചരിത്രമുറങ്ങുന്ന ഈ കോട്ട ഇപ്പോൾ ഏത് സ്ഥിതിയിലാണെന്നും എത്ര പേർ ഇവിടെ ഒഴുകി വരുന്നുവെന്നും നമുക്കറിയാം. സോ നമുക്ക് വീഡിയോട്ട് കിടക്കാം. വാ. കോട്ടയുടെ ഒരു അറ്റ എത്തിയിട്ടുണ്ട്. സോ ഇപ്പൊ നമ്മൾ അഞ്ചുതെങ്ങില് ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് കോട്ട. സോ ഇറ്റ് വിൽ ബി ഞങ്ങൾക്ക് എപ്പോഴും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കോട്ട. നല്ലൊരു ബ്യൂട്ടിഫുൾ ആംബിയൻസും ഈവനിങ്ങിൽ എപ്പോഴും വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഉച്ചയ്ക്കൊക്കെ വന്നാൽ കുറച്ച് കപ്പിൾസിനെയൊക്കെ കാണാം. കണ്ണും പൂട്ടി ഇരുന്നാൽ മതി, സീനൊന്നും ഇല്ല. സോ സിംഗിൾ ആയിട്ടുള്ള ഉറപ്പായിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. എന്നിട്ട് പായം തുറന്നിരുന്ന് അങ്ങ് കണ്ട് എൻജോയ് ചെയ്യുക. ഞാനൊരു സിംഗിളാണ്. സോ അങ്ങനെയൊന്നും നോക്കല്ലേ, അങ്ങനെയൊന്നും നോക്കല്ലേ. ഞാൻ സിംഗിളാണ് ഗൈസ്. മിംഗിളാവാൻ താല്പര്യമുള്ള കാര്യം കമന്റ് ഇടുക. സോ പ്ലീസ് വാച്ച് ഇറ്റ്. എപ്പോഴും ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ എപ്പോഴും എപ്പോ വന്നാലും വന്നിരിക്കുന്ന സ്ഥലമാണ് ഇത്. എപ്പോഴും കുരങ്ങ്, ഞങ്ങള് കുരങ്ങും കഴുതയും ബന്ധമാണ്. കുതിരയാണ് ഗൈസ് ഈ ചെന്ന, കഴുത കുതിര എല്ലാം ഉണ്ട്. ഷാരൂഖ് ഖാൻ അവൻ നോക്കിയതാണ് ഗൈസ്, പരിഗാനായി. ഡോണ്ട് വറി, ഐ വിൽ കം ബാക്ക്. എവിടെ പോണ്? എവിടെയാ? ഇനി നമ്മൾ അടുത്തത് മുതലപ്പൊഴിയിലോട്ട് പോവാണ് ഗൈസ്. മുതലപ്പൊഴി അവിടെ നല്ല രസമാണ്. അപ്പൊ നമുക്ക് നേരെ മുതലപ്പൊഴിയിലോട്ട് പോവാം. ബാ. തിരുവനന്തപുരം ജില്ലയിലെ എന്ന് വെച്ചാൽ നമ്മുടെ അഞ്ചുതെങ്ങിന്റെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ്. ഇത് സ്റ്റോണിലാണ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം. സ്റ്റോണും മാർബിളിലായിട്ട് ഒരു നല്ലൊരു ജസ്റ്ററുണ്ട്. സോ ഇതിൽ നമ്മുടെ കോട്ടയുടെ നിർദ്ദേശങ്ങളും അതും കൂടാതെ ചരിത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഇപ്പോൾ പൊഴിയിലോട്ടാണ് പോകുന്നത്. പൊഴിയിലെത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് കുറച്ച് വ്ലോഗ്സും വീഡിയോസും ഒക്കെ എടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കായൽ നനയ്ക്കും, ഒരുപാട് കുറെ വീഡിയോസ് എടുക്കും. എന്നിട്ട് നമ്മള് എല്ലാം കഴിക്കും. എന്നിട്ട് നേരെ വീട്ടിൽ പോകും. അത്രയാണ്. ഇത് നമ്മുടെ മാതാവിന്റെ കുരിശടിയാണ്. പൊഴിയിലൊരു മെയിൻ അട്രാക്ഷനാണിത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഉറപ്പായിട്ടും ഇവിടെ കയറി പൈസ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൺ നഷ്ടമാണ്. ഈ കുരിശടി എന്ന് പറഞ്ഞൊരു അട്രാക്ഷനാണ് ഗൈസ്. നമ്മളെ പൊഴിയിൽ വരുമ്പോ നല്ലൊരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കുരിശടി. ഒരു പീസ് ഫീലാണ് ഇവിടെ വരുമ്പോ, ഒരു പീസ് ഫീലാണ്. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് അവിടെ തന്നെ ഇരുന്ന് ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനൊക്കെ തോന്നുന്ന പ്ലേസ്. അപ്പോ നല്ല വിശുദ്ധരായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ, നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാം. നല്ലൊരു രസമുള്ള ഒരു കുരിശടിയാണ്. അകത്തൊക്കെ നല്ല രസമാണ്. അകത്ത് കയറി കാണിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കാണിച്ചിരിക്കും. നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഇപ്പോ നമുക്ക് പുഴത്തുള്ള സ്ഥലങ്ങൾ കണ്ടിട്ട് വരാം. ആൾക്കാരല്ലേ
ഇതാ ഇവിടെ ഇതൊന്നുമല്ല ഇനിയല്ല, നിങ്ങൾ സൺഡേ ഒക്കെ ഇവിടെ വരണം guys. അപ്പൊ ഇത് ഞാൻ ദിവസം അയ്യോ അങ്ങനെയല്ല ചില ദിവസങ്ങളിൽ ഇവിടെയൊക്കെ ഭയങ്കര, ഇവിടെ നിന്ന് തിരിയാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവിടെ, ഭയങ്കര ആൾക്കാരാണ് guys. അവിടെ കണ്ട, അവിടെ എനിക്കിപ്പ അവിടെ മഴ വരാൻ പോയാണ്. അവിടെ നേരത്തെ ഒരു ഇടിമിന്നൽ വന്നു. എന്ത് രസമാണ് നമ്മളെ കാണാൻ വേണ്ടിട്ട്. പിന്നെ ഇത് ആ കടലൊക്കെ നോക്കിക്കേ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. അവിടെ നിന്നൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ. നല്ല മഴക്കാറാണ്. മഴക്കാറെന്ന് വെച്ചാൽ വേറെ ലെവല് മഴക്കാറ്. നനഞ്ഞ് കുളിക്കുന്നു ഞങ്ങൾ. നനഞ്ഞ് കുളിക്കുകയാണെങ്കിൽ ആ വീഡിയോ വരുന്നതാണ്. എന്റെ മേക്കപ്പ് ഒക്കെ ഒഴിച്ച് പോയാൽ ഞാൻ എടുക്കും. നോക്ക് ഞാനൊരു പൗഡർ പോലും ഇട്ടില്ലേ. ബ്ലഷ്, പൗഡർ, ബ്ലഷ് ഉണ്ട് കേട്ടോ, നല്ല ബ്ലഷ് ഉണ്ട്. നേരം കാലൊക്കെ നനച്ചിട്ട് വരാം. നമ്മള് മൂന്നര റെഡി ആയിട്ടുണ്ട്. എല്ലാരും ചെരുപ്പൂരി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കടലൊക്കെ നനഞ്ഞ് വൈബായിട്ടില്ല. ഇതുകൊണ്ടാ മാറിക്കാണത്. കടലമ്മ കള്ളി മതി മതി, മഴ വീണ്. കടലിലൊക്കെ കളിച്ച് താണ്ട കാലിലൊക്കെ പൊക്കി വെച്ചിട്ടാണ് നിൽക്കുന്നെ. സോ നമ്മള് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇവിടെ നിന്ന് പിടുന്നില്ല, നേരെ പൊഴിയിലോട്ട്. നമ്മൾ പൊഴിന്ന് ആ കോടിക്കല്ലുണ്ടോ, ആ കോടിക്കല്ലിലോട്ട് നമ്മൾ പോകാൻ പോയാണ്. അവിടെ നല്ല എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നമ്മള് കായലും കടലും ഒരുമിക്കുന്ന സ്ഥലം. അങ്ങോട്ട് പോയി നമ്മൾ കുറച്ച് ചില്ലടിക്കാം. അതാണ് നമുക്ക് അവിടെ പോയി ചില്ലടിക്കും. എന്നിട്ട് എന്നിട്ട് സ്നാക്സ്. സ്നാക്സ് മുഖ്യം. സ്നാക്സ് വാങ്ങിച്ചാൽ ഞാൻ കൊടുത്ത വിട്ട്. നമുക്ക് പെട്രോളില് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് കിടന്നുറങ്ങും. ഉറങ്ങുമെന്ന് എനിക്ക് തോന്നല്ലേ, എനിക്ക് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് ഉറങ്ങണം ഗൈസ്, ഞാൻ ഉറക്കം മുഖ്യം. എനിക്ക് തിന്നണം, ഉറങ്ങണം, അത്രേ ഉള്ളൂ. എനിക്ക് അതാണ് മുഖ്യം. കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലിപ്സ്റ്റിക്ക് മുഖ്യം. എന്താ പറയണ്ട, നേരെ കാണുന്നില്ലേ? ഈ നേരെ കാണുന്ന ഇതൊരു ഗ്രൗണ്ട് ആണ് കേട്ടോ. നമ്മളെ ചേട്ടന്മാരൊക്കെ വന്ന് ഇവിടെ നിന്ന് കളിക്കാറുണ്ട് എപ്പോഴും. നമ്മളെ 5 കിലോളം മിക്കവരും വന്ന് കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് നമ്മളെ കടപ്പുറം ഗ്രൗണ്ടാണ്. സോ എല്ലാ ദിവസം കളി കാണൂലേ? എല്ലാ ദിവസവും ഭയങ്കര ചേട്ടന്മാർ. നമ്മുടെ 5 കൊല്ലം തന്നെ ഇവിടെ അവരെയാണ് വന്ന് കളിക്കുന്നത് കൂടുതല്. എപ്പോഴും അവര് തന്നെ വരുന്നത്. എന്നിട്ട് അവരൊന്ന് കളിച്ചിട്ട് ഇവിടെ മറ്റേ കുതിരയൊക്കെ വന്നിട്ട് കുതിരയുടെ തോളിലൊക്കെ പോകത്തില്ലേ, അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ ഭയങ്കര ലേറ്റ് ഒക്കെ ആയില്ലേ. ഭയങ്കര കാറ്റാണ് കേസ്. ഇവിടെ നല്ല മഴയായിരുന്നു. മൊബൈലിൽ എടുക്കാൻ പറ്റിയില്ല. മൊബൈൽ എന്ന് വെച്ചാൽ പോക്കറ്റ് എടുക്കാൻ പറ്റില്ല. എന്റെ ഔട്ട്ഫിറ്റ് തന്നെ മനസ്സിലാവും എങ്ങനെ ഇരുന്ന ഞാൻ എങ്ങനെ ആയെന്ന്. കുതിർത്ത് നനഞ്ഞ് കുതിർത്ത്. സോ നമ്മളിപ്പോ ചായക്കടയിൽ വന്ന് ചായയൊക്കെ കുടിച്ച് നമ്മളൊന്ന് ഉഷാറായി ആവാൻ വേണ്ടി വന്നതാണ്. സോ നല്ല തണുപ്പുണ്ട്, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. കുളിച്ചില്ലെന്ന് കാര്യം ചായയൊക്കെ കുടിച്ച് കണ്ട് ഇറങ്ങണം. വണ്ടി എടുത്ത് ഇറങ്ങാൻ പോയാണ്. നമ്മൾ ഇറങ്ങാം. നേരെ ഇപ്പൊ വീട്ടിൽ പോകാം. കാര്യം മൊബൈലിൽ ചെറിയ സീന് കിട്ടി. മഴ നനഞ്ഞ് എനിക്ക് തോന്നുന്നു അടിച്ചു എന്ന് തോന്നുന്നു. കിട്ടുന്ന രീതിയിലാണ് കിട്ടിയ. അങ്ങനെ കിട്ടുന്നത് നമ്മളിപ്പോ എടുത്ത് ഇതാക്കണമല്ലോ. സോ നമുക്കിപ്പോ വീട്ടിൽ പോകാം. വീട്ടിൽ പോകുന്നവരൊക്കെയും വീഡിയോ കണ്ടോണ്ടിരുന്നു. ഗൈസ്, അപ്പോ നമ്മള് ഇന്ന് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു ഗൈസ്. ഇടയ്ക്ക് വന്ന് മഴയൊക്കെ വന്ന് കുളമാക്കിയെങ്കിലും സൂപ്പർ. മഴയത്തൊക്കെ കുളിച്ച് നല്ല രസമായിരുന്നു. സൂപ്പർ.
അപ്പോ അടുത്ത വീഡിയോ വരുന്നവരെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ.